സിസ്റ്റം നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത്. ഓക്കെ, എനിവേ നമുക്കിന്ന് ബ്യൂട്ടിഫുൾ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്താണ് നമ്മുടെ ഒരു പ്രീഷ്യസ് ആള്. പിന്നെ അതുപോലെ തന്നെ നമുക്കിന്ന് മെഡിറ്റേഷൻ, വെൽത്ത് മെഡിറ്റേഷൻ നടക്കാൻ പോകുന്നുണ്ട്. അത് അഞ്ജല മാമാണ് ലീഡ് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക്, കാരണം നമ്മൾ ലാസ്റ്റ് വീക്കൊക്കെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വീക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ടേക്ക് കെയർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുക. കാരണം പിന്നെ ഡെയിലി ക്ലോസ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ടാവുക. ബിക്കോസ് ഡേ ബൈ ഡേ, കാരണം ഫണ്ടമെന്റൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ കറന്റ് റണ്ണിങ്ങിൽ പോകുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് മാർക്കറ്റ് കൺട്രോൾഡോ അല്ലെങ്കിൽ ഇന്ന ദിശയിലേക്ക് മാത്രമേ പോകൂ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും പിന്നെ ഡെയിലി ക്ലോസ് ചെയ്ത് നമ്മളൊരു ബിറ്റ്വീൻ ദ ആ ലിമിറ്റിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ടാവുക. നെക്സ്റ്റ് വീക്ക് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ അങ്ങനെ തന്നെ തുടങ്ങാം. സോ നമ്മൾക്ക് ഇന്നൊരു ബ്യൂട്ടിഫുൾ ഗസ്റ്റ് ആണ്. ഗസ്റ്റ് ആളൊരു കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ആള് എന്താണ്, നമ്മളെ 31st ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. നമ്മളെ ലൈവിൽ ഇറങ്ങി ഒരു 1 ഇയർ ബാക്ക് ലൈവിൽ ഇറങ്ങി 150% പ്രോഫിറ്റ് എടുത്ത് പിന്നെ ആള് പഠനവും കാര്യങ്ങളൊക്കെ 6th 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സോ ആള് നമ്മോടൊപ്പം ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആള് നമുക്ക് ഇടയ്ക്ക് സപ്പോർട്ടീവ് മെന്ററായിട്ടും എപ്പോ വിളിച്ചാലും വരുന്നൊരു ബ്യൂട്ടിഫുൾ ഗേൾ ആണ് സഹ്വ. സോ ഹാപ്പി വെൽക്കം സഹ്വ. താങ്ക് യു സർ. യെസ്, വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ടോ? ഓണാക്കാം സർ. ആ ഓക്കെ. സഹ്വയുടെ കുറെ പിന്നെ 31 ബാച്ചിലാണ്. പിന്നെ അപ്പോൾ പലർക്കും പിന്നെ ചില ഇതിലൊക്കെ ഗസ്റ്റ് ടോക്കൊക്കെ പറയാൻ വരാറുണ്ട്. സോ ഈ ഒരു ഏജിൽ പിന്നെ എഫക്സിനെ കൊണ്ടുപോകുമ്പോൾ ശരിക്കും പിന്നെ മോൾക്ക് കിട്ടുന്നൊരു ഫീലിംഗ് ഒക്കെ എന്താണ് പ്രാക്ടീസ് ഒക്കെ ചെയ്തു പോകുമ്പോൾ? ഹാപ്പിയാണ്. ഒന്ന് സെൽഫ് ഒന്ന് പരിചയപ്പെടുത്തുവോ? ഓക്കെ. ഹായ് എവ്രിവൺ, മൈ നെയിം ഇസ് സഹ്വ. So first of all, I welcome you all to the family of trading. So ഞാൻ ഈ ട്രേഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഐ വാസ് ജസ്റ്റ് ലൈക്ക് യു. ട്രേഡ് എന്ന് പറയുമ്പോൾ വലിയ സംഭവമാണ്, നമ്മളെ കൊണ്ട് പറ്റൂല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ബട്ട് ദിസ് ക്ലാസ് ചേഞ്ച്ഡ് എവറിത്തിങ്. സോ ഇവരെ സപ്പോർട്ടും ടീച്ചിങ്ങും കാരണമാണ് ഞാനൊരു യങ് പ്രോഫിറ്റ് ട്രേക്കർ ആയിട്ട് നിങ്ങളുടെ മുന്നിലൂടെ നിൽക്കുന്നത്. സോ മൈ ജേർണി വാസ് ജസ്റ്റ് നോട്ട് അബൌട്ട് മണി. ഇറ്റ് വാസ് അബൌട്ട് ലേണിംഗ് ദ റൈറ്റ് സ്ട്രാറ്റജി അറ്റ് ദ റൈറ്റ് ടൈം. സോ നിങ്ങൾ ഈ ന്യൂ ബാച്ചായിട്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ട്രസ്റ്റ് ദ പ്രോസസ്. പിന്നെ മെൻറ്റേഴ്സ് പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, ബട്ട് ഡോണ്ട് ഗിവ് അപ്പ്. ഇഫ് ഐ ക്യാൻ ഡു അറ്റ് ദിസ് ഏജ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്കും പറ്റണം. സോ once again, the warm welcome to the world of trading. Let's grow together and എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഉള്ള ജേർണി ഉണ്ടാകട്ടെ. താങ്ക് യു. യെസ്, സഹ്വ മോളു പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രേഡിംഗ് ഒക്കെ പഠനത്തിനൊന്നും എവിടെയും ബാധിക്കാറില്ല. 6th സ്റ്റാൻഡേർഡിലല്ലേ പഠിക്കണം അല്ലേ? യെസ് സർ. ഓക്കെ ഓക്കെ. എനിവേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രേഡിനെയൊക്കെ എപ്പോഴും പിന്നെ അതായത് ഞാൻ തുടക്കത്തിൽ മോള് പഠിക്കുമ്പോൾ മുതലേ ഇപ്പോൾ ഇതെവിടെ ഒരു ജേണി ഞാൻ പറഞ്ഞുതരാം. ആളുടെ മദർ പഠിക്കാൻ ജോയിൻ ചെയ്തു. അപ്പൊ കൂടെ ഇരുന്ന് പഠിച്ചങ്ങനെ ആളും ആളുടെ സിസ്റ്ററും കൂടി പഠിച്ച് പിന്നെ ഞാൻ അറിയില്ല, ലാസ്റ്റ് ലൈവിൽ ഇറങ്ങുന്ന സമയത്തൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഞങ്ങളാണ് ട്രേഡ് ചെയ്തതെന്നൊക്കെ ഉള്ളത്. അപ്പോ ലൈവിൽ ഇറങ്ങി 150% എടുത്തോളം പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് അല്ലേ? യെസ് സർ. യെസ്, വെരി ഗുഡ്. ഇനിയും പിന്നെ പഠനാർത്ഥം പിന്നെ ഇപ്പം എപ്പോഴും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ട്രേഡിങ്ങിന് ഒരിക്കലും നമ്മൾ എന്താക്കരുത് ഫുൾ ടൈം ജോബായിട്ടോ മറ്റോ കൊണ്ടുപോയി ഒരു സെക്കൻഡറി ഇൻകം കിട്ടുന്ന മോഡലിലോട്ട് നമ്മളെ പഠനം കഴിഞ്ഞിട്ടുള്ള, അതായത് നമ്മളെ റിയൽ ഇപ്പൊ മോള് 6th ക്ലാസ്സിലാണ്, 6ാം ക്ലാസ്സിലാണ്. അപ്പോൾ പഠനത്തിന് മോർ പ്രയോറിറ്റി അതിലൊരു 1.5 or 2 hours നമ്മളെ ഫ്രീ ടൈമിൽ ചെയ്തിട്ട് നമുക്ക് ഇനഫായ ഒരു ജേർണിയിൽ നമ്മൾ എടുത്തു പോകണം. മോൾക്ക് നമ്മളെ സിസ്റ്റർ, അതായത്
മൈൻഡ്ഫുൾ മെത്തേഡുകളൊക്കെ എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുണ്ട്? ഐ മീൻ, ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മളെ സ്ട്രാറ്റജീനേക്കാളൊക്കെ അപ്പുറത്തോട്ടേക്ക് പിന്നെ റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. മോൾക്ക് അതെങ്ങനെയാ ഫീലിംഗ് ആയി തോന്നിയത്? കാരണം ഈ ഒരു ഏജില് പിന്നെ ഗോൾഡിലൊക്കെ ഇറങ്ങി, ട്രേഡൊക്കെ ഇറങ്ങി സക്സസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഗ്രേറ്റ്, ഭയങ്കര സംഭവം തന്നെയാണ്. ഒരിക്കലും നമുക്കൊരു പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയെന്നുള്ളൂ. അതൊക്കെ ഗ്രാസ്പ് ചെയ്ത് എടുത്തതും ഇറങ്ങി പ്രോഫിറ്റ് ആക്കാനൊക്കെ പറ്റിയത് സേവയുടെ മാത്രം കഴിവ് തന്നെയാണ്. സോ എനിവേ, മോള് എന്താണ് ഫ്യൂച്ചർ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകാനാണ് പ്ലാന്? ഇനിയിപ്പോ വെക്കേഷൻ തുടങ്ങുമ്പോ ട്രേഡിലേക്ക് ഇറങ്ങാനാണ് പ്ലാൻ. ഓക്കെ ഓക്കെ, നമ്മളെ റൂൾസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഉറപ്പാണല്ലോ? ഞാൻ വാക്ക് പറയേണ്ടി വരില്ലല്ലോ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, സേവ നമ്മളെ പിന്നെ പലർക്കും ഇൻസ്പയറിംഗ് ആണ്. പലപ്പോഴും ഞാനൊക്കെ തുടക്കത്തിൽ നമ്മൾ ബാച്ചൊക്കെ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ട് ആർക്കൊക്കെ പറ്റും എന്നുള്ളത്. അപ്പം ആള് 6th സ്റ്റാൻഡേർഡിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ 13 വയസ്സ്. ഓക്കെ, ലൈവിൽ ഇറങ്ങി പ്രോഫിറ്റ് എടുത്ത് പ്രോഫിറ്റ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോയി വിഡ്രോ ഒക്കെ അടിച്ച കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ലൈഫ് ലോങ് ആണ്, അതായത് ഇന്നിട്ട് നാളെ സക്സസ് ആവണമെന്നില്ല. അപ്പോൾ എപ്പോഴും പിന്നെ ഇപ്പോൾ ആളൊരു സ്ട്രാറ്റജി ആണല്ലോ. ഇപ്പം വെക്കേഷൻ വരുമ്പോൾ ആളെന്താക്കാണ്, അതിനോട്ടേക്ക് പിന്നെ ഒരു പ്രിപ്പയർഡ് ആയി അങ്ങനെ ലൈവിനെയൊക്കെ ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ഉള്ള രീതിയിലോട്ടൊക്കെ പിന്നെ വർക്കൗട്ട് ചെയ്യാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളൊന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ആരും ഒരു കമന്റിൽ പോലും ഒരു കൺഗ്രാജുലേഷൻ ഒന്നും പറയുന്നത് നിങ്ങളിപ്പോ 41 42 ഒക്കെ സ്റ്റുഡന്റ്, അതായത് 31 സ്റ്റുഡന്റ് ആണ് ഇത്. അതായത് 1 ഇയേഴ്സ് മുന്നേ ഇവിടെ പഠിച്ച് പിന്നെ സെറ്റായി പോയൊരു കുട്ടിയാണ്. ഓക്കെ, പിന്നെ നിങ്ങളെപ്പോലെ 10-16 സെഷൻസ് ഇരുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി ലൈവിൽ ഇറങ്ങി. ശരിക്കും അപ്രീഷിയേറ്റബിൾ ആണ്. പിന്നെ ഞാനൊക്കെ പറയാറുണ്ട്, പിന്നെ വെരി ഏർലി ഏജിൽ നമ്മളൊരു സെക്കൻഡറി ഇൻകം കിട്ടുന്ന ഒരു സോഴ്സ് ഓഫ് സ്കില്ല് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഗ്രേറ്റ് ആണ്. ഇപ്പം സേവക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാനെപ്പോ ചോദിക്കാറുണ്ട് ഫസ്റ്റ് വിഡ്രോലൊക്കെ കിട്ടുമ്പോൾ എന്താ ചെയ്യാന്നുള്ളത്. ലൈഫില് എവിടെയെങ്കിലും ഐ മീൻ പിന്നെ ഈ സ്കില്ല് കിട്ടിയപ്പോ എന്താ ഫീൽ ചെയ്തത് സേവ? പ്രോപ്പറായി പിന്നെ ഫോക്കസ്ഡ് ഒക്കെ ചെയ്ത് പോയപ്പോ? നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഫാദറിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്തൊക്കെയാ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹം? ട്രേഡിംഗിൽ ഭയങ്കര പ്രോഫിറ്റ് ഒക്കെ എടുത്തോ? പിന്നെ എന്തൊക്കെയാണ് ഡ്രീംസ്, ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാനും സിസ്റ്ററും സ്വന്തമായിട്ട് ഫീസ് അടച്ച്, വെരി ഗുഡ്. സ്കൂൾ ഫീസ്. ട്രേഡിംഗ് അബൌട്ട്ന്നാണോ? ആ ദാറ്റ്സ് ഗ്രേറ്റ്. അതെന്നോട് പറഞ്ഞില്ല കേട്ടോ. ഗ്രേറ്റ്, 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 സൂപ്പർ. ഇനിയും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒക്കെ എടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് പോവാ. അതായത് എപ്പോഴാണോ മോൾക്ക് സപ്പോർട്ടൊക്കെ വേണ്ടത്, ഇവിടെ കുറെ മോൾക്ക് ശേഷം ഒരുപാട് പിന്നെ സീനിയർ ആയ ആൾക്കാരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണുണ്ട്. അപ്പോ മോൾക്കും എന്താക്കാൻ പറ്റും, പിന്നെ ഇവരെയൊക്കെ, അതായത് എല്ലാരും ഇവിടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരിക ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം പിന്നെ ഈ ഒരു ഏജില് സ്വന്തം ഫീസ് അടച്ച് ഞാനിത് ഫസ്റ്റ് ആയിട്ടോ അറിയണത്. താങ്ക് യു, ബ്യൂട്ടിഫുൾ ആയി അത് കേട്ടോ. വെരി വെരി ഗ്രേറ്റ്. കാരണം പലരും പിന്നെ ഭയങ്കര കഴിവുണ്ട്, പിന്നെ ഡിഗ്രി PG, ചിലരൊക്കെ വിചാരിച്ചാൽ ഡിഗ്രിയും PG അല്ല അക്കൗണ്ടൻസി മാത്സ് ഒക്കെ അറിയെങ്കിൽ നമുക്കിത് പറ്റൂ എന്നുള്ളതാണ്. സോ അതിൻ്റെയൊക്കെ അപ്പുറത്തോട്ടേക്ക് നമുക്കൊരു കോമൺ സെൻസിൽ കൊണ്ടുപോയി പിന്നെ നമുക്ക് പിന്നെ പിച്ച് ചെയ്യാൻ പറ്റും. അതിൽ ഫീസൊക്കെ അടച്ചു നേടുമ്പോൾ ഭയങ്കര ഗ്രേറ്റ് ആണ്. ഐ ആം റിയലി റിയലി പ്രൗഡ്, ബിക്കോസ് നമുക്കതിനെ മോളെ പഠിപ്പിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട്. ഓക്കെ, പിന്നെ ഞാൻ ഇപ്പോഴും അഗൈൻ ആൻഡ് അഗൈൻ മോളോട് പറയണത്, പഠനത്തിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ട്രേഡ് നമുക്ക് എന്താണ്, നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ചെയ്യാലോ, അല്ലെ? എപ്പോ വേണേലും ചെയ്യാലോ. ഇതവാ യെസ് സർ. അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ലൈവിൽ ഇറങ്ങുന്നവരുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ റൂൾസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് മോൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? റൂൾസ് ഫോളോ ചെയ്യണം. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ പലരും ഹിസ്റ്ററീസ് അപ്ഡേറ്റ് ചെയ്യാറില്ല. ഹിസ്റ്ററി അപ്ഡേറ്റ് ചെയ്യണം. അതെ അതെ. ഓക്കെ, ഗുഡ്. ആൻഡ് നമുക്ക് ഒരുപാട് പിന്നെ ലേഡീസ് ഒക്കെ പഠിക്കാൻ വരുമ്പോൾ കുറെ പേര് ചോദിച്ചത് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അതിന് മോൾക്ക് എന്താ റിപ്ലൈ കൊടുക്കാനുള്ളത്? എല്ലാവർക്കും പറ്റും.
യെസ്. ആം, പറഞ്ഞോ. ആ, എനിക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പിന്നെ പറ്റൂലേ? അങ്ങനെ ഓക്കെ. നമുക്ക് 10ാം ക്ലാസ്, ഞാനിപ്പോ പറയട്ടെ, 10ാം ക്ലാസ് മിനിമം 10ാം ക്ലാസ് എങ്കിലും മതി എന്നുള്ളത്. മോള് 6-ലാണല്ലോ ഇപ്പൊ? യെസ്, 6-ലാ? 6-ല്. ഓക്കെ, വെരി ഗുഡ്. പഠനമൊക്കെ സൂപ്പറായി പോട്ടെ. എനിക്ക് തോന്നുന്നു മോള് പഠിച്ചിറങ്ങിയ ശേഷം മോളുടെ ടീച്ചർ പിന്നെ ഇവിടെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. പിന്നെ പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ആള് കണ്ടിന്യൂ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ലൈഫിൽ എല്ലാ സക്സസും ഉണ്ടാവട്ടെ, ബ്യൂട്ടിഫുൾ ആവട്ടെ. പിന്നെ ഇടയ്ക്ക് ഞാൻ സപ്പോർട്ടീവ് മെന്ററൊക്കെ അഭാവമൊക്കെ അല്ലെങ്കിൽ ലാക്ക് ഓഫ് മെന്റേഴ്സിന്റെ ഒക്കെ അഭാവം വരുമ്പം നമ്മളോടൊപ്പം ഉണ്ടാവണം, ടൈമൊക്കെ എടുത്തിട്ട് കൂടെ ഉണ്ടാവണം. ഓക്കെ. ജയവനോട് എന്തെങ്കിലും, നിമിതക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിവൺ? ഓക്കെ, നത്തിങ്. ഓക്കെ, സോ മാർക്കറ്റ് അനാലിസിസ് ഞാൻ ലാസ്റ്റ് ഡേ പറഞ്ഞ പോലെ തന്നെ. താങ്ക് യു സോ മച്ച് ദേവ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ് ആൻഡ് ടൈം. ഓക്കെ. വെൽക്കം സർ. ഓക്കെ, ഇടക്ക് ഇതുപോലെ വരിക. പിന്നെ ബി വിത്ത് അസ്. പിന്നെ എപ്പോഴും പിന്നെ പ്രാക്ടീസ് കണ്ടിന്യൂ ഉണ്ടല്ലോ അല്ലെ, ലൈവിലില്ലെങ്കിലും. യെസ് സർ. ഓക്കെ, ലാസ്റ്റ് വീക്കൊക്കെ പിന്നെ സൂപ്പർ ആയിരുന്നല്ലോ. സൂപ്പർ ആയിരുന്നു. ഓക്കെ. ഗോൾഡ് എങ്ങോട്ട് പോകാനാ ചാൻസ്? നല്ലോണം ഹൈയിലേക്ക് പോകാനാ ചാൻസ്. ഓക്കെ, നമുക്ക് നോക്കാല്ലേ നെക്സ്റ്റ് വീക്ക് എങ്ങനെയാന്ന്. ആ സർ. ഓക്കെ. താങ്ക് യു സോ മച്ച് ദേവ. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, നമുക്ക് പിന്നെ ഒബിയസ്ലി നെക്സ്റ്റ് വീക്ക് പവർഫുൾ ആവണ്ടെങ്കിൽ നമുക്ക് ട്രേഡിംഗിൽ ഡിസിഷനും മറ്റൊക്കെ എടുക്കാൻ പറ്റണം. ഒബിയസ്ലി അൾട്ടിമേറ്റ് മണി മേക്കിംഗ് സ്കില്ലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ നമ്മുടെ കയ്യിലുള്ളത്. അതിനെ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ അതിബുദ്ധിമാന്മാരാവണ്ട, ഓവർ എക്സൈറ്റഡ് ആവണ്ട, ഓവർ നമ്മൾ പിന്നെ ഷോഫുകൾ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മിനിമലായിട്ട് നിൽക്കുക, മാർക്കറ്റ് ഒപ്പം സഞ്ചരിക്കാം. അല്ലാണ്ട് നിങ്ങൾ കുറെ സ്ട്രാറ്റജിക്ക് പിന്നാലെ 24 മണിക്കൂറും ചാർട്ട് റീഡ് ചെയ്യുന്ന ഒരാളൊന്നും ആവണമെന്ന് ഞാൻ എവിടെയും പറയാറില്ല. അങ്ങനെ പോകുന്നവരൊക്കെ ഫെയിൽ ആവും എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. സോ നിങ്ങൾ മൈൻഡ് കാംഫുൾ ആയിട്ടിരുന്ന് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുക. അഥവാ സ്ട്രാറ്റജി തെറ്റിയാലും നിങ്ങളെ അനാലിസിസ് തെറ്റിയാലും നമ്മളിവിടെ പ്രോപ്പർലി സൂപ്പർലി മുന്നോട്ടേക്ക് പോകണം. അതിന് നമുക്ക് വേണം മെന്റലി ഫിറ്റ് ആവാനൊക്കെയാണ് നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വീക്കും കൊടുക്കുന്നത്. ഇതിന്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാച്ചു? നമുക്ക് ബാഹ്യമായിട്ട് റിസൾട്ടുകളൊന്നും കാണില്ല. പക്ഷെ നിങ്ങൾ പിന്നെ പാനിക് ആകുമ്പോഴൊക്കെ നമ്മളെ മൈൻഡിനെ സ്ട്രോങ് ആക്കി നിർത്താനും പിന്നെ നിങ്ങൾ പിന്നെ ഏറ്റവും പിന്നെ നല്ല ഡിസിഷൻ, അതായത് നമുക്ക് മൈൻഡിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പൊസിഷനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ലോട്ട് മാറ്റാതെ ചെയ്യാനൊക്കെ ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം, നമ്മളെ മെന്റലി ഫിറ്റ് ആവുന്ന കുറച്ച് ഇൻപുട്ടുകൾ അതിലേക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിനാണ് നമ്മൾ എല്ലാ വീക്കിലും ഒരു മണി മെഡിറ്റേഷൻ, വെൽത്ത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ നാച്ചുറൽ മെഡിറ്റേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾ ഇൻപുട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ബാഹ്യമായിട്ട് നിങ്ങളൊന്നും കണ്ടില്ല, എന്താണ് ഇങ്ങനെ ബ്രീത്ത് ചെയ്യാൻ പറയുന്നു, ഇങ്ങനെ പോകുന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ അതിന്റെ റിസൾട്ട് എന്നുള്ളത് നിങ്ങളെ ഇന്നർ മൈൻഡിൽ അതിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടാവും. കാരണം എല്ലാ സംഗതിയും റിസൾട്ട് ഉണ്ടാവുന്നത് ഒരു 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 ടൈം ഓഫ് ലിമിറ്റ്സ് കഴിയുമ്പോഴാണ്. ഇപ്പൊ നമുക്ക് പിന്നെ നിങ്ങൾ പ്രീവിയസ്ലി ബാച്ച് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ വിളിച്ചിരുത്തി നമ്മൾ എല്ലാ വീക്കെൻഡും ഇങ്ങനെ കൊടുക്കണത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിന്നെ പുട്ടോൺസ് തന്ന് നിങ്ങൾ എത്രമാത്രം ടേക്ക് കെയർ ചെയ്യാൻ പറ്റും അത്രമാത്രം ടേക്ക് കെയർ ചെയ്യേണ്ടിയിട്ട് മാത്രമാണ്. കാരണം പിന്നെ ചിലപ്പം ഫീസ് അടച്ച് കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ വീക്കെൻഡിൽ വിളിച്ച് പിന്നെ മാർക്കറ്റ് അനാലിസിസ് അതുപോലെ തന്നെ മെഡിറ്റേഷൻ തരുന്നത് നിങ്ങൾ എപ്പോഴും ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി ഇരിക്കേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യപ്പെടണം. അതിനെ നിങ്ങൾ അതിന്റെ ഒരു ഗൗരവത്തിൽ തന്നെ എടുക്കണം. നെക്സ്റ്റ് വീക്ക് സൂപ്പർ ആവട്ടെ. ആൻഡ് ഹാൻഡ് ഓവർ ടു അഞ്ജല മാം. അഞ്ജല മാമിന്റെ മെഡിറ്റേഷൻ വളരെ പവർഫുൾ ആണ്. അതിനെ മാക്സിമം നിങ്ങൾ എന്താക്കുക, സൂപ്പർലി യൂട്ടിലൈസ് ചെയ്യപ്പെടുക. പിന്നെ അതിൻ്റെതായ സീരിയസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാം. ഓക്കെ മാം, ഓഡിബിൾ ആകാൻ പറ്റില്ലേ? Yes. യെസ്, താങ്ക് യു. Okay. Before meditation, രഹ്വാന്റെ സ്റ്റോറി കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡ് ആയി. കാരണം ആ ഒരു ഏജില് സ്വന്തമായിട്ട് ഫീസ് ഒക്കെ അടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്, ചെറിയ കാര്യമല്ല. കൺഗ്രാചുലേഷൻസ്, കീപ് ഗോയിങ് മോളോ. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ആൻഡ് എസ്പെഷ്യലി സ്പെഷ്യൽ അപ്രിസിയേഷൻ ടു ദ പാരൻസ്. കാരണം അവര് ഇതിൽ സപ്പോർട്ട് ചെയ്ത്
കൊണ്ടുവന്നു കൂടിയാണ് ആൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റണേ. സോ ഒരുപാട് സക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ മെഡിറ്റേഷൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മണി മെഡിറ്റേഷൻ ആണ്. നമ്മള് മണിയോടുള്ള ആറ്റിറ്റ്യൂഡ്. ഓക്കെ, നമ്മള് മണി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കാണുന്ന ഒരു ഫിസിക്കൽ സാധാ ഒരു നോട്ടും മാത്രമല്ല, ഇറ്റ്സ് ആൻ എനർജി ടു. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് കൊടുക്കേണ്ട ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമ്മൾ അത് റിസീവ്, ഞാൻ സെൽഫ് അനാലിസിസിൽ ഫസ്റ്റ് ഡേ ഓർ സെക്കൻഡ് ഡേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ ഒരു കാര്യം വരണമെങ്കിൽ നമ്മൾ ആദ്യം എന്താവണം, അതിനെ റിസീവ് ചെയ്യാൻ നമ്മൾ 100% എനർജി ലെവലിൽ നമ്മൾ റെഡി ആയിരിക്കണം. അപ്പൊ നമ്മളുടെ ലൈഫിൽ വെൽത്ത് കടന്നു വരണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിനൊരു ഗിഫ്റ്റ് ആയിട്ട് കാണുകയും അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ മൈൻഡിൽ 100% എനർജി ലെവലെങ്കിലും എന്താക്കുക, മൈൻഡ് സെറ്റ് ലെവലെങ്കിലും നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോ അതിനുള്ള മെഡിറ്റേഷൻ ആണ് ഇപ്പൊ തരാൻ പോകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. പതിയെ കണ്ണുകളടക്കാം. സ്ലോലി ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. And breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. And breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ മൈൻഡും ബോഡിയും എല്ലാം കംപ്ലീറ്റ്ലി റിലാക്സ് ആവുകയാണ്. യെസ്, യു ആർ റിലാക്സിങ്. യുവർ ബോഡി ഈസ് റിലാക്സിങ്. യുവർ മൈൻഡ് ഈസ് ഗെറ്റിംഗ് റിലാക്സ്ഡ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ കാംനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ ശാന്തത നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. യു ആർ ഇൻ ദ പ്രസന്റ് മൊമെന്റ്. നിങ്ങൾ ഈ നിമിഷത്തിലാണ്. ഓക്കെ, നിങ്ങളുടെ ആ ബ്രീത്തിലുള്ള കാംനെസ്സും ആ ഒരു പീസും എല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി പതിയെ ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ചുറ്റും വരുന്നതായിട്ട് കാണാം. ആ ഗോൾഡൻ ലൈറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലേക്കുള്ള അബണ്ടൻസും ഓപ്പർച്യൂണിറ്റീസും ആണ്. ഓക്കെ, ആ ലൈറ്റിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ ലൈറ്റ് ഒരു വാം ആൻഡ് പീസ് ഫീലിംഗ് നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളെ കാണാം. യു ക്യാൻ സീ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളോട് പറയാം, എൻ്റെ ജീവിതത്തില് പണം, സമ്പാദ്യം എല്ലാം എളുപ്പത്തിൽ വരും. മണി ആൻഡ് വെൽത്ത് comes to me easily. നിങ്ങളുടെ ജീവിതത്തിൽ നാച്ചുറൽ ആയിട്ട് ആ മണി ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാം. വിത്ത് ഫുൾ ഈസിനെസ്സില് വെൽത്ത്, സമ്പാദ്യം, പണം, അസറ്റ്സ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നാച്ചുറൽ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ഫീലില് നിങ്ങൾക്ക് കാണാം. അത് കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ട് റിസീവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം.
നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്, പീസ്ഫുൾ ആണ്. ചിരിച്ചു നിൽക്കുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് നാച്ചുറൽ ആയിട്ട് ഫ്ലോ ചെയ്തു വരുന്ന, ഈസിനെസ്സിൽ വരുന്ന സമ്പത്തും നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സ്വീകരിക്കുന്നതായിട്ട് കാണാം. ആ മണി, ആ വെൽത്ത് നിങ്ങൾ ജോയ്ഫുൾ ആയിട്ട് റിസീവ് ചെയ്യാണ്. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ സമ്പത്ത് ഉപയോഗിക്കുകയാണ്. ആ മണിയുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പറയാം, ഐ ആം വെൽത്തി ആൻഡ് ഐ ആം ഹാപ്പി. ആ റിച്ച്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ആ വെൽത്തിനെ കൊണ്ട് നടക്കുന്നതായിട്ട് കാണാം. യു ആർ ഇൻ ദ പ്രസന്റ്. അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ലൈഫിൽ സമ്പത്ത് ഒഴുകി വരുന്നതും അത് റിസീവ് ചെയ്യുന്നതും അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാം. ഒരു ഫിലിം പോലെ നിങ്ങൾക്ക് ഇപ്പൊ മൈൻഡിൽ കാണാവുന്നതാണ്. നിങ്ങൾ ഫൈനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നതായിട്ട് കാണാം. അതിന് നിങ്ങൾക്ക് താങ്ക് യു പറയാം. ഈ ലൈഫ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതില്ല. ഫൈനാൻഷ്യലി ഫ്രീഡത്തോടു കൂടി നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതിന് താങ്ക് യു പറയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ സമ്പാദ്യവും അതിന് താങ്ക് യു പറയാം. നാച്ചുറൽ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മണിക്ക് താങ്ക് യു പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Now slowly take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. And breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. And breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. And breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. With a beautiful smile, you can open your eyes and come back. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. ഓക്കെ, സോ വെൽത്തിന് എപ്പോഴും ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒന്നായിട്ട് നിങ്ങൾ കാണുക. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നിൽക്കുക. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഫ്ലോനെസ് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നമ്മളെ മണി ഭയങ്കര ഒരു കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സംഭവം എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് അതെന്റെ ലൈഫിൽ ഈസി ആയിട്ട് വരുന്നുള്ള ഒരു ഹോപ്പ് ഉണ്ടാക്കാം, കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ മെഡിറ്റേഷനിലൂടെ നമ്മൾ കടന്നുപോയി.
സോ എല്ലാ വീക്കിലും അല്ലെ സെൽഫ് അനാലിസിസ് ഒക്കെ നമ്മൾ എന്തുണ്ട് പിന്നെ ഡെപ്തിലോട്ടേക്ക് പിന്നെ നമ്മളെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലോട്ടൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അത് 44-45 ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ മൈൻഡ് കാമായിരിക്കുക എന്നുള്ളത്. ഓക്കെ, നിങ്ങളെ ഫീലിങ്സ് ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളോട് പിന്നെ നമുക്കിപ്പം ആസ് എ അക്കാദമി നമ്മളെ മെന്റേഴ്സിനൊക്കെ പറയാനുള്ളത്, ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ട്രേഡിംഗ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സക്സസ് ആവണം, പ്രോഫിറ്റബിൾ ആവണം. പിന്നെ പ്രോഫിറ്റായി നിങ്ങൾ ആ നല്ല ഹാപ്പിനെസ്സിന് വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്താം നിങ്ങളെ എമൗണ്ടും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എനിക്ക് സേവ സ്കൂൾ ഫീസ് അടച്ചെന്ന് പറയുമ്പോൾ ഒരു 6ാം ക്ലാസ്സിലെ കുട്ടി പിന്നെ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് ഫീസ് അടക്കാൻ ഞാനിപ്പോൾ ഇന്നാട്ടോ അറിയണത്, ആളെന്നോട് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ സോ ദാറ്റ്സ് വെരി വെരി ഗ്രേറ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കിപ്പം സൊസൈറ്റിക്കൊക്കെ കൊടുക്കാം. ഇപ്പൊ നമ്മളെ അക്കാദമി നമ്മൾ ഇത്രയും മെന്റേഴ്സിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സിനെ വെച്ച് നമ്മൾ കൊണ്ടുപോകുന്നത് നിങ്ങളെല്ലാവരും ലൈഫിൽ പിന്നെ ഒരു ഇൻകം സോഴ്സ് നമ്മളിപ്പോൾ എത്ര സ്വപ്നം കണ്ടാലും നമുക്ക് ഈ ഒരു സ്കിൽ ഈസ് ഇനഫ്. നമ്മൾ അതിനെ പ്രോപ്പറായി കൊണ്ടുപോകാൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇവിടുന്ന് പഠിച്ചു പോകുന്നുണ്ട്. നമ്മളെ മാക്സിമം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരട്ടെ, വീക്കെൻഡിലും മറ്റൊക്കെ ആയിട്ട് അഡീഷണലൊക്കെ തന്നിട്ടൊക്കെ എല്ലാ ലൈവിൽ ഇറങ്ങുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ലൈവ് മെന്റേഴ്സിനെയും തരും ഒക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ നിങ്ങൾ പിന്നെ നമ്മളതിന്റെ നെക്സ്റ്റ് ബാച്ച് എന്തുണ്ട്, നമുക്ക് നെക്സ്റ്റ് മൺഡേ തുടങ്ങുന്നുണ്ട്, അതായത് 16-ാം തീയതി. അപ്പൊ നിങ്ങളെ വൈഫ് അതുപോലെ തന്നെ കൊളീഗ്സ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, അവർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് 1-2 സെഷൻ കേട്ട് പറ്റൂന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവർക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. സോ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന മേ ബി ചിലപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യമായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളും പറയാറുള്ളത് പിന്നെ നമ്മളെ മാക്സിമം നമ്മൾ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അവരെല്ലാവരും സക്സസ് ആക്കി എടുക്കാൻ ശ്രമിക്കും. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഏറ്റവും നെഗറ്റിവിറ്റി ഉള്ള ഒരു മേഖലയിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും സന്തോഷം തരും. കാരണം ഒരു സ്റ്റുഡന്റ് പോലും എന്താ പറയില്ല, സാർ നിങ്ങളെടുത്ത് പഠിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെടുത്ത് പഠിച്ചിട്ട് എനിക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ട് നമ്മളോട് വന്നതല്ല. നമ്മളെ സിസ്റ്റത്തിലൂടെ പോയിട്ട് ഒരാൾക്കും എന്താ പറയില്ല നഷ്ടങ്ങളോ കാര്യങ്ങളോ, എല്ലാവരും പ്രോഫിറ്റബിൾ ആയി. പലരും ലാസ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് എടുത്ത് ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മൾ അതൊന്നും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടാത്തത് കാരണം അത് അവരുടെ സ്കില്ല് കൊണ്ട് അവരെടുത്ത് നമുക്കത് പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ബാച്ച് ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളെ ഫ്രണ്ട്സോ മറ്റോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ എന്തായിരിക്കും ഒരു ഗിഫ്റ്റ് ആയിരിക്കും. പിന്നെ അവരെ ഒരു സെൽഫ് ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് അവരൊന്ന് പിന്നെ ജസ്റ്റ് നമ്മളുമായിട്ടൊന്ന് നിങ്ങളെ പേഴ്സണൽ മെന്റേഴ്സിന് അവരുടെ നമ്പറോ കാര്യങ്ങളോ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേവർ. നിങ്ങളൊക്കെ ഒബ്വിയസ്ലി പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളും ഓൾ സെറ്റായി ബ്യൂട്ടിഫുൾ ആയി പോകണം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾ എന്താക്കുക, നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. സോ ബ്യൂട്ടിഫുൾ വീക്കെൻഡ് ആശംസിക്കുന്നു. നെക്സ്റ്റ് വീക്ക് ബ്യൂട്ടിഫുൾ ആവട്ടെ. ആൻഡ് നമുക്ക് വീക്കെൻഡ് സെഷൻ നമുക്ക് എല്ലാ വീക്കിലും സൺഡേസിൽ ഉണ്ടാവും. ബാച്ചസ് ഒക്കെ കൃത്യമായി പോകുന്ന പോലെ തന്നെ കണ്ടിന്യൂസ്ലി പോവും. ഓക്കെ, നിങ്ങളെ ഫീലിങ്സും ഫീഡ്ബാക്കും ഗ്രൂപ്പിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ.